ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ നാഴികക്കല്ലായ സിനിമ എന്ന് വേണം ഈ ചിത്രത്തെ പറയാൻ. കാരണം മലയാള സിനിമയുടെ, ലോക സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ഇടം നേടാൻ നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായ ദാദാ സാഹിബ് പുരസ്കാരം സ്വന്തമാക്കിയ അദ്ദേഹത്തിൻ്റെ വില്ലനായ കഥാപാത്രം ഈ സിനിമയിലൂടെയാണ് പിറവിയെടുത്തത്. ഇനി ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഈ സിനിമയുടെ പേരെന്താണെന്ന്. അതെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഈ സിനിമയുടെ കഥയെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. നരേന്ദ്രൻ, പ്രഭ, പ്രേം കിഷൻ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ തുടങ്ങുന്നതും അതുപോലെ അവസാനിക്കുന്നതും. മഞ്ഞ് പതിയെ ഭൂമിയെ മൂടുന്ന ഒരു തണുത്ത പ്രഭാതം. മനുഷ്യരുടെ മനസ്സുകൾ പോലെ ഭൂമിയും ഇന്ന് തണുത്തിരിക്കുന്നു. ഇവിടെ നിന്നാണ് വേദനയും സ്നേഹവും ത്യാഗവും ചേർന്ന ഒരു മനുഷ്യ കഥ തുടങ്ങുന്നത്. ഈ കഥയുടെ കേന്ദ്രത്തിൽ 3 ജീവിതങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രൻ, പ്രഭ, പ്രേം കിഷൻ. നരേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗനത്തിൻ്റെ ഒരു മനുഷ്യനാണ്. കാരണം ജീവിതം അവനോട് ഒരിക്കലും കരുണ കാണിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ അവൻ മനസ്സിലാക്കിയ ഒരു സത്യം: സ്നേഹിച്ചാൽ വേദനിക്കും. അതുകൊണ്ടാണ് അവൻ ആളുകളിൽ നിന്നും അകലം പാലിക്കുന്നത്. വാക്കുകൾ കുറവ്, വികാരങ്ങൾ ഒളിപ്പിച്ച ജീവിതം. പുറമെ കഠിനമായി തോന്നുന്ന നരേന്ദ്രന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുപോലെ വേദനിക്കുന്ന ഹൃദയമുണ്ട്. പ്രഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മഞ്ഞു പൂ പോലെ ഇരിക്കും. ഇവിടെ തന്നെയാണ് ഈ കഥയിൽ ഒരു പ്രകാശമായി പ്രഭ എത്തുന്നത്. ലളിതമായ ജീവിതം, സ്നേഹം നിറഞ്ഞ മനസ്സ്, എല്ലാവരിലും നല്ലത് മാത്രം കാണുന്ന ഒരു പെൺകുട്ടി. മഞ്ഞുപോലെ തണുത്ത ലോകത്ത് ഒരു പൂ പോലെ വിരിയുന്ന സ്നേഹം. നരേന്ദ്രനും പ്രഭയും കണ്ടുമുട്ടുന്നത് വളരെ സാധാരണമായ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അവരുടെ ജീവിതം ഇനി ഒരിക്കലും സാധാരണമായിരിക്കില്ല. ആദ്യം അവർക്കിടയിൽ ഒരു ചെറിയ സൗഹൃദം മാത്രം. നരേന്ദ്രൻ അധികം സംസാരിക്കുന്നില്ല. പ്രഭ അവന്റെ നിശബ്ദത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പ്രഭയുടെ ചിരി നരേന്ദ്രന്റെ മനസ്സിലെ മഞ്ഞ് പതിയെ ഉരുക്കി തുടങ്ങുന്നു. അവൻ വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. പക്ഷേ പ്രണയിക്കാൻ നരേന്ദ്രന് പേടിയാണ്. കാരണം ആദ്യം പറഞ്ഞതുപോലെ സ്നേഹിച്ചാൽ അവന് സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി. പക്ഷെ അത് പറയാൻ അവൻ ധൈര്യമില്ല. കാരണം അവന്റെ ഭൂതകാലം ഇപ്പോഴും അവനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറ്റിയിരിക്കുകയാണ്. ഈ സ്നേഹവും നഷ്ടമായാൽ ഈ വേദനയും സഹിക്കാനാവുമോ? അവൻ സ്വന്തം സ്നേഹത്തെ മൗനത്തിൽ തന്നെ പൂട്ടിവെക്കുന്നു. ഇനിയാണ് കഥയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. പ്രേം കിഷൻ എത്തുന്നു. സമ്പന്നൻ, ആത്മവിശ്വാസം നിറഞ്ഞവൻ, ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുന്ന യുവാവ്. പ്രഭയെ കണ്ട നിമിഷം മുതൽ അവളോട് അവന് ഇഷ്ടം തോന്നുന്നു. അവൻ ഒളിക്കുന്നില്ല, തൻ്റെ പ്രണയം തുറന്നു പറയുന്നു. ഇപ്പോൾ പ്രഭയുടെ ജീവിതത്തിൽ 2 വഴികൾ. ഹൃദയം പറയുന്നത് നരേന്ദ്രൻ, ലോകം പറയുന്നത് പ്രേം കിഷൻ. ആരെ തിരഞ്ഞെടുക്കണം? കുടുംബവും സമൂഹവും പ്രേം കിഷനെയാണ് ശരിയായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്നേഹം മാത്രം പോരാ, ഭാവിയും വേണം എന്ന വാക്കുകൾ പ്രഭയുടെ മനസ്സിനെ കീഴടക്കുന്നു. പ്രഭയുടെ ഹൃദയം നരേന്ദ്രന്റെ അടുത്താണ്. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പ്രേം കൃഷ്ണന്റെ വഴിയാണ് കാണിക്കുന്നത്. അവൾ രാത്രിയിൽ ഉറങ്ങാതെ ചിന്തിക്കുന്നു. ഹൃദയത്തെ കേൾക്കണോ അതോ ഞാൻ ലോകത്തെ കേൾക്കണോ? ഇതെല്ലാം കണ്ട നരേന്ദ്രൻ ഒരു തീരുമാനമെടുക്കുന്നു. പ്രഭയുടെ സന്തോഷത്തിനായി സ്വന്തം സ്നേഹം വിട്ടുകൊടുക്കാൻ. അവൻ പ്രഭയിൽ നിന്ന് പിന്നോട്ട് മാറുന്നു. അവളെ ഒഴിവാക്കുന്നു. മൗനത്തിലേക്ക് മടങ്ങുന്നു. ഈ ത്യാഗം പ്രഭയെ തകർക്കുന്നു. തിരിച്ചറിവിന്റെ കാലമാണ് ഇനി വരാനിരിക്കുന്നത്. കേട്ടുനോക്കൂ. നരേന്ദ്രന്റെ അകലം പ്രഭയെ കൂടുതൽ വേദനിപ്പിക്കുന്നു. അവൾക്ക് മനസ്സിലാകുന്നു അവന്റെ സ്നേഹം എത്ര ആഴമുള്ളതായിരുന്നു എന്ന്. പ്രേം കിഷൻ സത്യസന്ധനാണ്. പക്ഷേ നരേന്ദ്രന്റെ ത്യാഗം പ്രഭയുടെ ഹൃദയം പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. മഞ്ഞ് വീണ്ടും വീഴുന്നു. പ്രഭ അവസാനം ഒരു തീരുമാനത്തിന് മുന്നിൽ.
സുരക്ഷയുള്ള ഭാവിയോ സത്യസ്നേഹമോ? പ്രേം കിഷനും തന്റെ സ്നേഹത്തിൽ സത്യസന്ധനാണ്. പക്ഷേ പ്രഭ മനസ്സിലാക്കുന്നു, സ്നേഹം ബലമായി നേടാൻ കഴിയില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നമ്മൾക്ക് നൽകുന്ന സന്ദേശം വളരെ ശക്തമാണ്. ചില പ്രണയങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയല്ല, ത്യജിക്കാനാണ്. ചില സ്നേഹങ്ങൾ ഒരുമിച്ച് ജീവിക്കാതെ ഒരാളുടെ സന്തോഷത്തിനായി ഹൃദയം വിട്ടുകൊടുക്കുന്നതാണ്. മഞ്ഞിൽ വിരിയുന്ന പൂക്കൾ പോലെ ജീവിതത്തിലെ ഏറ്റവും തണുത്ത നിമിഷങ്ങളിലാണ് സത്യസ്നേഹം വിരിയുന്നത്. ഇങ്ങനെയുള്ള ഹൃദയസ്പർശിയായ മലയാള സിനിമാ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്